യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട പല രാവണ ഭൃത്യന്മാരും അല്ലെങ്കിൽ രാവണൻ്റെ സേനയിലുള്ള പല പ്രമുഖന്മാരും മരിച്ചു വീണ് കഴിഞ്ഞു. കുംഭൻ, നികുംഭൻ, മകരാക്ഷൻ, ധൂമ്രാക്ഷൻ ഇങ്ങനെ വളരെയധികം പ്രഗത്ഭന്മാർ കാലം ചെയ്തു. ഇതറിഞ്ഞപ്പോഴത്തേക്കും രാവണൻ വേഗം ഇനി ഞാൻ തന്നെ യുദ്ധത്തിന് പുറപ്പെടാം എന്നുള്ള രീതിയിൽ വൻപടയോടുകൂടി പുറപ്പെട്ടു. ഇതറിഞ്ഞ പുത്രൻ ഇന്ദ്രജിത്ത് പറഞ്ഞു, അങ്ങ് സമാധാനമായിട്ട് പോയി അന്തഃപുരത്തിൽ വിശ്രമിച്ചാലും ഈ വാനരന്മാരെയും രാഘവന്മാരെയും വധിക്കാൻ ഞാൻ ഒരൊറ്റയാൾ മതി, ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ പോകാനായിട്ട് പുറപ്പെട്ടു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോയിട്ട് തേരിൽ സീതയും കൊണ്ടാണ് വന്നത്. ഇത് കണ്ട് ഈ കവികളെല്ലാവരും വാനരന്മാരെല്ലാവരും സ്തബ്ധരായി നിന്നു. ഇവരുടെയൊക്കെ കൺമുൻപിൽ വെച്ച് വാളുകൊണ്ട് സീതയെ വെട്ടി. അങ്ങനെ സീത മരിച്ചു. ആ പ്രദേശം മുഴുവനും രക്തം ഒഴുകുകയും ചെയ്തു. ഇത്രയും കൂടി കണ്ടപ്പോൾ മാരുതി തീരുമാനിച്ചു, ഒരു കാര്യവുമില്ല ഇനി. കാരണം ഈ യുദ്ധത്തിന് എന്താർത്ഥമായി ഇനിയുള്ളത്? സീതാദേവിയെ വീണ്ടെടുക്കാനാണല്ലോ ഇത്രയുമൊക്കെ നമ്മൾ ചെയ്യുന്നത്. വേഗം വാനരന്മാരെല്ലാവരും കൂടി സവിധത്തിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് നടന്ന കാര്യം പറഞ്ഞു. അത് കേട്ടതോടുകൂടി രാമചന്ദ്രപ്രഭു ബോധം കെട്ട് താഴെ വീണു. ഉടനെ അദ്ദേഹത്തെ എടുത്ത് ലക്ഷ്മണൻ്റെ മടിയിൽ തലയും ഹനുമാൻ്റെ മടിയിൽ കാലും വെച്ച് അദ്ദേഹം അവിടെ കിടക്കുന്നു. എന്താണ് അവിടെ ഒരു ബഹളം എന്ന് നോക്കി ഓടി വിഭീഷണൻ വന്നു. വിഭീഷണൻ വന്ന് നോക്കി. ഉടനെ തന്നെ ഇവർ കാര്യം പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇതാണ് കാര്യമെന്ന്. ഉടനെ തന്നെ വിഭീഷണൻ കൈ കൊട്ടിച്ചിരിച്ചു, രണ്ട് കൈയും കൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. രാമസ്വാമിയോട് പറഞ്ഞു, എഴുന്നേക്കൂ, അങ്ങ് ഒന്നും പേടിക്കേണ്ട. ഈ ലോകത്തിലെ മാതാവായിരിക്കുന്ന സീതാദേവിയെ എന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇത് ഇന്ദ്രജിത്തിൻ്റെ ഒരു മായ കാണിക്കുന്നതാണ്. മായാസീതയാണ് കൊന്നത്. ഇത് ചെയ്യുന്നതിൻ്റെ കാരണം വാനരന്മാരെ അവിടെ നിന്ന് അകറ്റാനാണ്. അദ്ദേഹം നികുംഭലയിൽ പോയി ഹോമം ചെയ്യാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഉടനെ വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞു. എല്ലാവരും ഒരു ആശ്വാസത്തിൻ്റെ നിശ്വാസം വിട്ടു.